കയ്യില് പണമില്ലാത്തതിന്റെ പേരില് മലപ്പുറത്തുള്ളവരാരും ഡോക്ടറെ കാണാതിരുന്നിട്ടില്ല. അവർക്ക് താങ്ങും തണലുമായി കുന്നുമ്മലിലെ പെരിന്തൽമണ്ണ റോഡില് പലചരക്ക് പച്ചക്കറിക്കടകൾക്കിടയിലെ ഇടവഴിയില് അബ്ദുറഹിമാന് ഡോക്ടറുണ്ടായിരുന്നു. പണം കൊടുത്തില്ലെങ്കിലും അബ്ദുറഹിമാന് ഡോക്ടർ ചികിത്സിക്കും. ഇനി ഫീസായി ഒരു ചായയ്ക്കുള്ള 10 രൂപയാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും മതിയായിരുന്നു. മുഴുവന് ഫീസും ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാരുടെ നാട്ടില് ഇങ്ങനെയൊരു ഡോക്ടർ എല്ലാവർക്കും അദ്ഭുതമായിരുന്നു. ആ മനുഷ്യനാണ് തിങ്കളാഴ്ച വിട പറഞ്ഞത്. അബ്ദുറഹിമാന് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ ആഡംബരങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അടച്ച മുറിയിലുള്ള ചികിത്സാരീതിയല്ല. ഒരു ചെറിയ മുറിയില് മേശയ്ക്ക് മുകളിലിരുന്ന് എല്ലാവരോടും നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും പരിശോധിക്കും. വീട്ടുവിശേഷങ്ങള് അവരോടാരായും. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കാനുള്ള തമാശകളും പൊട്ടിക്കും. ആണ് പെണ്ണ് വ്യത്യാസമൊന്നും അബ്ദുറഹിമാന് ഡോക്ടർക്കില്ലായിരുന്നു. എല്ലാവരോടും ഒരുപോലെ സ്നേഹം. ഇഷ്ടപ്പെട്ടൊരു സംഖ്യരോഗി തന്നെ ഡോക്ടറുടെ കീശയിലിടുകയാണ് ക്ലിനിക്കിലെ സമ്പ്രദായം. നൽകുന്ന ഫീസ് രോഗിക്ക് മാത്രമേ അറിയൂ. അതെത്രയെന്ന് ഡോക്ടറെ എണ്ണിനോക്കുക പോലുമില്ല. ഫീസ് നൽകിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്വദേശമായ പുലാമന്തോളില് നിന്നെത്തിയ അദ്ദേഹം പിന്നീട് മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു. ചികിത്സ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മമെന്ന് രോഗികള് എപ്പോഴും പറയും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അനാവശ്യമായി മരുന്നുകള് കുത്തിക്കുറിക്കുന്ന പരിപാടികളും ഡോക്ടർക്കില്ല. അതുകൊണ്ട് മെഡിക്കൽ റപ്പുമാര് ഈ വഴിക്ക് അധികം വരാറുമില്ലെന്ന് ഡോക്ടറെ സ്ഥിരമായി ആശ്രയിച്ചവര് പറഞ്ഞു. എത്ര തിരക്കുണ്ടെങ്കിലും ആർക്കും പ്രത്യേക പരിഗണന നൽകാതെ എല്ലാവരെയും സ്നേഹത്തോടെ പരിചരിച്ച ജനകീയ ഡോക്ടറാണ് വിട പറഞ്ഞത്. വേദനിക്കുന്നവർക്ക് താങ്ങായവന് ഇനി ഓർമ്മ മാത്രം. ആ സ്നേഹം മറിഞ്ഞവര് ജീവിതത്തിലൊരിക്കലും ഡോക്ടർ അബ്ദുറഹിമാനെ എന്ന പേരൊരിക്കലും മറക്കില്ല. മലപ്പുറം MSP ആസ്പത്രി, മലപ്പുറം താലൂക്കാശുപത്രി, പൂക്കോട്ടൂർ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് സർക്കാർ സർവീസിൽ നിന്നും രാജിവെച്ച് കുറഞ്ഞ ചെലവിൽ നാട്ടുകാർക്ക് ചികിത്സ നൽകാൻ മലപ്പുറത്ത് സ്വകാര്യ പ്രാക്ടീസ് ആരംഭിക്കുകയായിരുന്നു. മരണം വരെയും പണമാഗ്രഹിക്കാതെ ചികിത്സ നടത്തി ജനകീയ ഡോക്ടർ എന്ന പേര് നേടി. ഭാര്യമാർ മറിയക്കുട്ടി, റഹീമ മക്കൾ, പരേതനായ ഡോക്ടർ ബാബു ഡോക്ടർ, ഷാദിയ മരുമകൾ ഫാത്തിമ സ്വപ്ന പൗത്രൻ ഡോക്ടർ ഉമർ ഫാരിസ്. മയ്യത്ത് ജന്മനാടായ ടിയൻപുരം പുലാമന്തോൾ ജുമാ മസ്ജിദിൽ കബറടക്കി. PK കുഞ്ഞാലിക്കുട്ടി, P ഉബൈദുള്ള, PMA സമീർ, ഷഹബാസ് അമൻ തുടങ്ങിയവർ വസതിയിലെത്തി.